ഭയങ്കരമായ ഒരു പണിയിലാണ് കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ മസാലപ്പൊടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അറിഞ്ഞൂടാ, എല്ലാവരും നമ്മൾ റെഡിമെയ്ഡ് മസാലകളാണ് യൂസ് ചെയ്യാലോ. അപ്പോൾ റെഡിമെയ്ഡ് മസാല എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ലതല്ല, അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളെപ്പോഴും റെഡിമെയ്ഡും യൂസ് ചെയ്യും. നമുക്ക് എപ്പോഴും അങ്ങനെ പൊടിച്ച് ഉപയോഗിക്കാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ റെഡിമെയ്ഡ് യൂസ് ചെയ്യും വീട്ടിലൊക്കെ ആകുമ്പോൾ കേട്ടോ. ഇവിടെ ഞങ്ങൾ റെഡിമെയ്ഡ് എപ്പോഴും തന്നെ യൂസ് ചെയ്യും. പിന്നെ നമുക്ക് എപ്പോഴും മട്ടൻ വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ബീഫ് വയ്ക്കുമ്പോഴോ ഒക്കെ എപ്പോഴും നമ്മൾ പൊടിച്ച മസാലയാണ് കൂടുതൽ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒന്ന് അതിൻ്റെ പണിയിലാണ്. സാലഡാണ്. അപ്പോൾ ഇത് അവക്കാഡോ സാലഡാണ്. എങ്ങനെ ഉണ്ടാക്കണേന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ ബീഫിനും മട്ടനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള മസാല പൊടിച്ചതാണ്. ഇതിനകത്ത് ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ. അതിങ്ങനെ ഒന്ന് പതുക്കെ ചൂടാക്കിയിട്ട് മിക്സിയിൽ പൊടിച്ച് നമ്മൾ എടുത്തു വയ്ക്കുന്നു. അപ്പോൾ നമുക്ക് വേറെ ഒരു മായമൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി പൊടി ഉപയോഗിച്ച് നമുക്ക് കറി വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ്. ഇനി അടുപ്പിൽ വറുത്തുകൊണ്ടിരിക്കുന്നത് കുരുമുളകാണ്. കുരുമുളക് നമ്മുടെ കറുത്ത പൊന്നിനെ വറുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് ചൂടായിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടായാലാണ് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പൊടിച്ചിട്ട് കുരുമുളക് പൊടി ഒക്കെ നല്ല ഫ്രഷ് പൊടികളാണ് കേട്ടോ. നമുക്ക് വേറെ എന്താ പറയുക, പൊടി വാങ്ങിച്ച് ഉപയോഗിക്കുന്നവരുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വേറെ ഒരു മായം ഇല്ലാത്ത പൊടി യൂസ് ചെയ്യാനായിട്ട് പറ്റും. മസാല പൊടിച്ച മിക്സി കേട്ടോ, അത് കഴുകണില്ല, അതിലേക്ക് തന്നെ പൊടിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ നനച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പൂത്തു പോവില്ല. അതുകൊണ്ട് നനയ്ക്കുന്നില്ല. അതിലാണ് ഞാൻ കുരുമുളക് പൊടിക്കാൻ പോകണം. നല്ല ഫ്രഷ് കുരുമുളക് കേട്ടോ. ഇത് നമ്മൾ കേരളത്തിൽ നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടായ കുരുമുളകാണ് കേട്ടോ. മസാലപ്പൊടി, അതുപോലെ സാമ്പാർ പൊടി, രസപ്പൊടി, അങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ പൊടിച്ച് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ മുളക് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ മുളക് നമ്മൾ വറുത്ത് പൊടിക്കും. വറുത്ത് പൊടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മളിതുപോലെ ഉണ്ടോ, വറമുളക് നമുക്ക് പിസ്സ ഉണ്ടാക്കുമ്പോഴും പിന്നെ അതുപോലെ തന്നെ നമുക്ക് തോരനൊക്കെ വയ്ക്കുമ്പോൾ അതിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാം. മെഴുക്ക് വരട്ടിക്കകത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി വയ്ക്കും മുളക് പൊടിച്ചിട്ട്. അപ്പോൾ ഞാൻ മസാലപ്പൊടി അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്, മിക്സിയിൽ അടിച്ചതിൻ്റെ ചൂട്. അപ്പോൾ ഞാൻ ചില്ല് ബോട്ടിലേക്ക് പകർത്തി വയ്ക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും മസാലപ്പൊടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുളക് നമ്മളൊന്ന് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതുകൂടി ഒന്ന് എന്താ പറയുക, പൊടിച്ചെടുക്കാൻ പോവാണ്. വറമുളക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പൊടിച്ചെടുക്കണോ, എല്ലാം പാക്കറ്റിൽ കിട്ടില്ലേന്ന്. പക്ഷേ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇപ്പോഴും ഇതുപോലെ നമ്മൾ പൊടിച്ചാണ് യൂസ് ചെയ്യാറുള്ളത്. കാരണം നമുക്ക് ഈ വാങ്ങുന്ന മസാലക്കൂട്ട് എല്ലാവർക്കും വയറിനൊക്കെ പറ്റിക്കൊള്ളുന്നില്ല. ചിലർക്കത് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ വീട്ടിലൊക്കെ അമ്മയ്ക്കൊക്കെ ആയാലും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെപ്പോഴും പൊടിച്ച് തന്നെയാണ് ഉപയോഗിക്കാറ്. പിന്നെ ഇപ്പോൾ ഇവിടേക്ക് എത്തിയപ്പോൾ ഞങ്ങൾക്ക് പിന്നെ എപ്പോഴും പൊടിച്ചൊന്നും ഉപയോഗിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പാക്കറ്റ് വാങ്ങിക്കൊണ്ട് വരും. അങ്ങനെയാണ് ഉപയോഗിക്കുക. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ സാലഡ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ അതും കൂടി ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. എടുത്തിട്ടുള്ളത് ഒരു അവക്കാഡോ എടുത്തിട്ടുണ്ട്, സവോള, ക്യാരറ്റ്,
അതുപോലെ മല്ലിയില, നാരങ്ങ, വെളിച്ചെണ്ണ അല്ലെങ്കിൽ ബട്ടറും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ നെയ്യ് ആയാലും കുഴപ്പമില്ല, ഉപ്പ്, കുരുമുളക് പൊടി, ഇത്രയാട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. സവാള അരിഞ്ഞിട്ട് നമ്മൾ ഉപ്പിട്ടിട്ടൊന്ന് നന്നായി തിരുമ്മിയെടുക്കണം ഇതിൻ്റെ കൂടെ ചേർക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ സവാളയുടെ ആ ഒരു എരിവ് പോലെ ഉണ്ടായിട്ട് നമുക്ക് കഴിക്കുമ്പോൾ കണ്ണിൽ കൂടെ വെള്ളം വരേണ്ട ഒരു സ്ഥിതി ഉണ്ടാവും. അതുകൊണ്ട് അത് നന്നായിട്ട് നമ്മൾ തിരുമ്മി മാറ്റി വയ്ക്കണം ആദ്യം തന്നെ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞല്ലോ, എനിക്ക് അവക്കാഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് നല്ല ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എനിക്ക് സാലഡായിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മധുരമൊന്നും ചേർക്കാത്തത് കൊണ്ട് നമുക്ക് ഡയറ്റിന് നല്ലതാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ ഷേക്കായിട്ട് കഴിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഷുഗർ അല്ലെങ്കിൽ മധുരം എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യേണ്ടി വരുമല്ലോ. ഇങ്ങനെ സാലഡാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഭയങ്കര നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. പിന്നെ ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയത്, ഞാൻ ക്യാപ്സിക്കം കുറച്ച് അരിഞ്ഞ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം കാണുന്നത് ക്യാപ്സിക്കാണ്. അത് നിർബന്ധമല്ല, എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ചേർത്തുവെന്ന് മാത്രം. നിങ്ങൾക്ക് അതുപോലെ ഇതിനകത്ത് കക്കിരിക്ക, അങ്ങനെ നമുക്ക് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാ വെജിറ്റബിൾസും ചേർത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ല കാരണം ഈ എന്താ പറയുക, അവക്കാഡോ വന്നിട്ട് നല്ലോണം കുഴഞ്ഞ് ഇതിലേക്ക് നല്ല ഒരു ബട്ടർ മെൽറ്റായ പോലെ ആയി ഈ മൊത്തം വെജിറ്റബിൾസിലേക്കും മിക്സ്ഡ് ആവും. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇൻസ്റ്റഗ്രാമിലെ റീൽസുകളിൽ കണ്ടിട്ടുണ്ട് അവക്കാഡോ പലതരത്തിൽ മുറിക്കുന്നത്. ഇതിപ്പോൾ അവക്കാഡോ നമുക്ക് സാലഡിന് വേണ്ടി മുറിക്കുമ്പോൾ ഇതുപോലെ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ അരിഞ്ഞ് നമുക്ക് മുറിച്ച് എടുക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, പീസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. ഒലിവ് ഓയിലാണെങ്കിൽ ഏറ്റവും നല്ലതാണ്, ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതിയാവും. ഇനി ഇത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ ഒരു പീസ് ബട്ടർ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് ഓവനിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ആ ബട്ടർ മെൽറ്റായി ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഓവനിൽ വയ്ക്കുന്നുണ്ട്. പിന്നെ വെജിറ്റബിൾസ് ഫ്രിഡ്ജിൽ എടുത്തതായതുകൊണ്ട് ചെറിയതായിട്ട് തണുപ്പും ഉണ്ടാവും. അതുകൊണ്ട് ഒന്ന് ഓവനിൽ വയ്ക്കുന്നുണ്ട്. നമ്മൾ വെജിറ്റബിൾസ് പുറത്തിരുന്നതാണ്, ബട്ടർ ചേർക്കുന്നില്ല എങ്കിൽ ഓവനിൽ വയ്ക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ സാലഡ് ഉണ്ടാക്കി വെച്ചിട്ട് അതിങ്ങനെ കഴിച്ചുകൊണ്ടാണ് നമ്മുടെ മസാലപ്പൊടികളൊക്കെ തയ്യാറാക്കിയത്. അപ്പോൾ മസാല തയ്യാറാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സാലഡും തിന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.